വയനാട്ടിലെ സഹകരണ ബാങ്കുകളിലെ കോഴ നിയമന അന്വേഷണം വിവാദത്തിൽ. അന്വേഷണത്തിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥൻ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ആളാണെന്നാണ് പരാതി. അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ ജമാലിനെതിരെ ബത്തേരി സ്വദേശി റോയ് ജോണാണ് പരാതി നൽകിയത്. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കുമാണ് റോയ് ജോൺ പരാതി നൽകിയത്. 5 സഹകരണ ബാങ്കുകളിലെ കോഴ നിയമനം അന്വേഷിക്കാനാണ് കെ ജമാലിനെ നിയോഗിച്ചത്. അഴിമതികളെല്ലാം നടക്കുമ്പോൾ ഇവിടെ ഏറിയിരുന്ന ആൾ തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചേക്കുന്നത്. അപ്പം സത്യം പുറത്തു വരാൻ സാധ്യത കുറവാണ്. എൻ്റെ നിരവധി പരാതികളിൽ ഇയാൾ ഇപ്പോൾ ഉള്ള അസിസ്റ്റന്റ് രജിസ്ട്രാർ എല്ലാം മൂടിവെക്കുന്നൊരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായത്. ഇനിയിപ്പോൾ അതും തുടർന്ന് നടക്കും. നിലവിൽ 3 വർഷം കഴിഞ്ഞ ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് ട്രാൻസ്ഫറായി 15 ദിവസത്തിൽ തിരിച്ച് അതേ കസേരയിൽ വന്നിരിക്കുക. അതിന് കാരണം ഈ അഴിമതി നടത്തുക, അഴിമതി മൂടിവെക്കുക, അതാണ് ലക്ഷ്യം. അപ്പോൾ ഈ സുൽത്താൻ ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷിച്ചാൽ ഈ കേസ് ഈ 66(1) അന്വേഷണം തൃപ്തികരമാവില്ല. ഇത് അട്ടിമറിക്കപ്പെടും. നിരവധി പരാതികൾ ഈ പറയുന്ന ബാങ്കുകൾക്കെതിരെ കൊടുത്തിട്ട് അതിലെല്ലാം കൃത്യമായ തെളിവും കാര്യങ്ങളുണ്ട്. ഒരു നടപടിയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചില്ല. ജെആറിൻ്റെ ഉത്തരവുകളുണ്ട്, നടപടി എടുക്കണം, പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല. തലശ്ശേരി വിജിലൻസ് കോടതിയെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ സമീപിക്കും. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണങ്ങൾ തൃപ്തികരമല്ല. ഇപ്പം ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി എടുത്തിട്ടുണ്ട്, രജിസ്ട്രാർക്ക് കൊടുത്തിട്ടുണ്ട്, മെയിൽ മുഖേന അയച്ചിട്ടുണ്ട്, ജെആറിനും അയച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് ആണ് വയനാട്ടിൽ നിന്നും ചേരുന്നത്. രതീഷ്, എന്തായാലും രാഷ്ട്രീയ നേതാക്കൾ വരെ ഉൾപ്പെട്ടിട്ടുള്ള കേസുകളാണ്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള അഴിമതികൾ നടന്നു എന്നുള്ള ആരോപണമാണ് ബാങ്കുകളിൽ. അതിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത്. എന്തെല്ലാമാണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായും വലിയ ആക്ഷേപവും വിവാദവുമായ ഒരു സാഹചര്യത്തിലാണ് ഈ 66 എൻക്വയറിക്ക് വയനാട്ടിലെ 5 ബാങ്കുകളിൽ ഇത്തരം ആക്ഷേപങ്ങളുണ്ട്, തൊഴിൽ കോഴ നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന പൊതുപരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരിശോധന നടന്നത്. മാത്രവുമല്ല, DCC ട്രഷററായ N വിജയന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഇത്തരം പരിശോധന നടത്താൻ തീരുമാനിച്ചത്. ഇതേ തുടർന്ന് വലിയ നിയമ നടപടികൾ MLAക്ക് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇത്തരത്തിൽ സഹകരണ വകുപ്പ് ഇത്തരത്തിൽ പരിശോധനയ്ക്ക് തയ്യാറായത്. അങ്ങനെയാണ് 66 എൻക്വയറിക്ക് സഹകരണ വകുപ്പ് തീരുമാനിച്ചത്. എന്നാൽ ഈ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ പരാതിയുമായി ബത്തേരി സ്വദേശി രംഗത്തെത്തിയത്. ഇദ്ദേഹം ഉണ്ടായിരുന്ന കാലയളവിലാണ്, ഇദ്ദേഹം JR ആയിരുന്ന കാലയളവിലാണ് കൂടുതൽ ഇത്തരത്തിൽ അനധികൃത നിയമനങ്ങൾ ഉൾപ്പെടെ ഈ ബാങ്കുകളിൽ, ഈ ആരോപിക്കപ്പെട്ട ഈ പരാതി ഉയർന്ന ബാങ്കുകളിലൊക്കെ നടന്നിരുന്നത്. കാലഘട്ടങ്ങളിൽ അന്ന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഇദ്ദേഹം ചെയ്തു എന്നാണ് പരാതിയിൽ ആക്ഷേപിക്കുന്നത്. മാത്രവുമല്ല, ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് നിരവധി ഉത്തരവുകൾ ഉണ്ടായിട്ടും അതെല്ലാം അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിക്കുകയായിരുന്നു. അതേ വ്യക്തിയെ തന്നെ ഇത്തരത്തിൽ ഈ പരിശോധന നടത്തുമ്പോൾ അന്ന് അദ്ദേഹം ഉൾപ്പെടെ നടത്തിയ ഇത്തരം നേരായ മാർഗമല്ലാത്ത നിയമനത്തിനും മറ്റും സഹായകരമായ നിലപാടായിരിക്കും ഒരുപക്ഷെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഈ അന്വേഷണത്തിൽ മാറ്റണം എന്നാണ് ഇപ്പോൾ ബത്തേരി സ്വദേശി റോയി മുഖ്യമന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും നൽകിയ പരാതിയിൽ പറയുന്നത്. കോഴ നിയമനവുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലും വിവാദത്തിലാവുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇദ്ദേഹത്തിനെതിരെ നിരവധി നടപടികൾ, വകുപ്പ് തല നടപടികൾ ഉൾപ്പെടെ വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാതി റോയ് ജോൺ എന്ന ബത്തേരി സ്വദേശി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയിട്ടുള്ളത്. വിവാദത്തിനിടെ യോഗ്യനല്ലാത്ത ഉദ്യോഗസ്ഥനെ ഇതിന് നിയോഗിക്കുന്നു. ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഇടപെടൽ മാത്രമായി വ്യാഖ്യാനിക്കപ്പെടും സഹകരണ വകുപ്പിന്റെ. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായ ഇടപെടൽ നടത്താൻ വേണ്ടി കൃത്യമായ ഈ ആക്ഷേപങ്ങളില്ലാത്ത ഉദ്യോഗസ്ഥരെ ഇത് ഏൽപ്പിക്കണം. ഇദ്ദേഹത്തിന്റെ കാലയളവിൽ തന്നെയാണ് ഇത്തരം വ്യാപകമായ അഴിമതികൾ, നിയമന കോഴയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ ഉയർന്നത് ഇദ്ദേഹം ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അതിനുശേഷം ഈ ആക്ഷേപങ്ങളെക്കുറിച്ച് ഇദ്ദേഹത്തെ തന്നെ അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്നത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് റോയി നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും കോഴ വിവാദം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള ഉദ്യോഗസ്ഥനെതിരെ തന്നെ ഇത്തരത്തിൽ പരാതി ഉയർന്നത് വലിയ വിവാദമായിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സഹകരണ വിജിലൻസിന്റെ പരിശോധന നടക്കുന്നുണ്ടെന്നും വിവരങ്ങളുണ്ട്. എന്തായാലും ഇത്തരത്തിൽ റോയിയുടെ പരാതി പുതിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ശരി രതീഷ്.